ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് നമ്മുടെ പൊതിച്ചോറിന് ശേഷം ആ പൊതിച്ചോറ് നമ്മളെടുത്ത അന്ന് തന്നെ എനിക്ക് ലൂസ് മോഷൻ വയറിളക്കം, അതായത് ഒരു 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കമായിരുന്നു. അപ്പം എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പം അതിൻ്റെ കാരണം പൊതിച്ചോറ് എടുക്കുന്നതിൻ്റെ തലേന്ന് നമ്മൾ ചൂരമീൻ വാങ്ങിച്ചായിരുന്നു. ആ ചൂരമീനിൽ എനിക്കറിയില്ല എന്തോ അതിൻ്റെ ഒരു എഫക്റ്റാണ്, അതിൻ്റെ ഒരു എന്താ പറയണ്ട ഫുഡിൻ്റെ എന്തോ ഒരു ഇതാണ് വന്നത്, ഇൻഫെക്ഷൻ അത് വന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസം വയറിളക്കമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറ്റമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ആയുർവേദമാണ് കുടിക്കുന്നത്. അപ്പം കുറച്ചൊരു ഭേദമുണ്ട്. അപ്പം ഇതിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു പരീക്ഷണം എന്നോട് എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞു തന്നു, മെഡിക്കലിലുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു തന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ. അവർ പറഞ്ഞൊരു പരീക്ഷണം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പം എനിക്ക് അതത്ര കുറവില്ല, അങ്ങനെയല്ല, കുറവും നല്ലപോലെ കാണുന്നില്ല. വേണ്ട ഒന്ന് നീ ഇതും കൂടെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കട്ടൻ ചായ കടുപ്പത്തി വെച്ചിട്ട് അതിൽ നമ്മുടെ നാരങ്ങാ നീര്, ഇത് കഴുകിയതാണ് കേട്ടോ, കഴുകി വെച്ചാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പൊതിച്ചോറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ക്യാമറ വേറെ ആരും പിടിച്ചു തരുന്നതല്ല. അപ്പം എൻ്റെ ഈ കൈ, ഞാൻ ഈ കൈ വേണം ചോറ് തിന്നത്. അപ്പം ഈ കൈ കണ്ടപ്പം എല്ലാവർക്കും അതായത് ഞാൻ നമ്മളെ എന്നാ വേറെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കൈയല്ലേ, മറ്റേ എന്നാ വേറെ വേറൊരു ഹാൻഡ് കൊണ്ടാണ് ചോറ് കഴിക്കുന്നത്. അത് ചോറ് കഴിക്കുന്ന കൈ കൊണ്ടല്ല കഴിക്കുന്നത് ചോദിച്ചാൽ, അതായത് നമ്മുടെ ക്യാമറയുടെ ഒരു ഇതാണത്. ക്യാമറ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ കൈയിൻ്റെ ഒരു പ്രോബ്ലം അല്ല അത്. നമുക്ക് സ്റ്റാൻഡ് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പോരായ്മയാണത്. ഇതിനിപ്പോൾ നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് നല്ല കടുപ്പത്തി വെച്ചാണ് കേട്ടോ. അറിയില്ല ഇത് നമ്മളെ ഫലം ചെയ്യുമോന്നൊന്നും അറിയില്ല. അവർ ഇത്രയും പേർ റിക്വസ്റ്റ് ചെയ്യണം ഞാൻ ചെയ്ത് നോക്കാൻ ഓർത്താണ്. അപ്പം അതാണ് ഇത്രയും ദിവസം എനിക്ക് വീഡിയോ പോയിച്ചതിന് ശേഷം വരാൻ പറ്റാത്തതും. ഭയങ്കര അവശതയായി കണ്ടോ, ക്ഷീണിച്ചു. അത് ഈ വയറിളക്കം വന്നതിൻ്റെയാണ്. മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇങ്ങനെയാണ്, ഇടയ്ക്ക് നമുക്ക് പണി തരും വയറിളക്കമൊക്കെ വന്നാൽ. ഇതുണ്ടോ, ഇത്രയും അധികമൊന്നറിയില്ല. നാരങ്ങ നീര്, പിന്നെ പഞ്ചസാര ഇറക്കും. പിന്നെ ഉപ്പ്, ഇത് കല്ലുപ്പാണേ. പിന്നെ എന്നോട് പറഞ്ഞത് വിനാഗർ ചേർക്കണം എന്നാണ് പറഞ്ഞത്. അറിയില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കടുപ്പത്തി വെച്ചാണ്. അപ്പം ഇതും ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നറിയില്ല. ഇപ്പം നമുക്കിത് നിൽക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അതിനോട് 2 മാസമായിട്ട് പറയുന്നുണ്ട് ഇത് കുറഞ്ഞില്ലെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കുമെന്ന്. ഇപ്പം ഞാനിപ്പോൾ ആയുർവേദത്തിൻ്റെ കഷായം ആണ് ഇപ്പം ഇന്നലെ മുതൽ കുടിക്കുന്നത്. അപ്പം എനിക്കത് എന്നാലും നല്ലപോലെ ഭേദപ്പെട്ടിട്ടില്ല. ചെറിയൊരു ഇതുള്ളൂ. എന്നാലും നമ്മുടെ വയറ്റിൽ നിന്ന് ശരിക്കും പോകുന്നില്ല. അതായത് നമ്മളെ നോർമലി പോകുന്ന പോലെ അല്ല പോകുന്നത് ഇപ്പം. നമുക്കിതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും ഞാനിത് എല്ലാം കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവരും ഒക്കെ ഇതൊക്കെ നല്ലൊരു മരുന്നാണോ എന്നൊക്കെ കൂടുതൽ അറിയുന്നവർ, ഇനി വേറെ വല്ല നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ എനിക്ക് സുഖപ്പെടുന്നവരെ വന്നതിന് ശേഷം ഞാൻ വീഡിയോ വരാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ അറിയിക്കാം, ഇതുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടായില്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും
ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച കൂടെ ഞാൻ ആശംസിക്കുകയാണ്. ബൈ.